പെരുമ്പാവൂരിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മേൽ ലോറി മറിഞ്ഞ് അപകടം. റോഡിലെ വലിയ കുഴിയിൽ വീണ ലോറി നിയന്ത്രണം വിട്ട് കാറുകൾക്കും ബൈക്കിനു മുകളിലേക്കും മറിയുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയുടെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂർ കാളച്ചന്ത റോഡിലാണ് അപകടം നടന്നത്. കാളച്ചന്ത ദിവസമായതിനാൽ കന്നുകാലികളെ വാങ്ങാൻ പോയവരുടെ വാഹനങ്ങളാണ് ലോറിക്കടിയിൽപ്പെട്ടത്. വാഹനങ്ങളിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡിലെ കുഴിയിൽ വീണ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കും ബൈക്കിനു മുകളിലേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയുടെ തടിലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂരിലെ സുപ്രധാന വൺവേ റോഡായ ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് നാളുകളേറെയായെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. ഈ ഇവിടെയുള്ള നാട്ടുകാർ മണ്ണിട്ടും കല്ലിട്ടൊക്കെ നിരത്തി കൊടുക്കാനല്ലാണ്ട് മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. കാറ് രാവിലെ എന്തോ വന്ന് അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോയായിരുന്നു. അതിലാരും ഉണ്ടായില്ല. ആരും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് ശരിക്കും പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ തികഞ്ഞ അനാസ്ഥ തന്നെയാണ്. ഈ വർഷങ്ങളോളമായിട്ട് കിടക്കുന്ന റോഡാണ്. എത്രയോ വർഷങ്ങൾ എന്തോരം പരാതി കൊടുത്തെന്ന് അറിയാമോ? ഇതുവരെയും ഈ റോഡിന് ഒരു നന്നാക്കാനോ ഇതിനായിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. നല്ലൊരു അനാസ്ഥ തന്നെ എന്ന് പറയാം. ഈ കാളവയൽ റോഡ് വർഷങ്ങളോളമായിട്ട് കിടക്കുന്ന റോഡാണിത്. ഈ അവസ്ഥയിൽ അപകടം നടന്നതോടെ ഇവിടെ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.